പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് വെളിച്ചത്തിൻ്റെ മരണം എന്നാണ്. അപ്പോൾ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട നേഴ്സിൻ്റെ ജീവിതമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ, ഒരു നേഴ്സിൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ ഇതിലൂടെ കാണുകയാണ്. ഈ സമൂഹത്തിലെ ഏറ്റവും മഹാന്മാരായി ജീവിക്കുന്ന ഡോക്ടർമാരുടെ ഇടയിൽ ഒരു നേഴ്സിൻ്റെ ജീവിതം എത്ര കഷ്ടപ്പാടുള്ളതാണ് എന്നും അവളുടെ അധ്വാനം എത്ര വലുതാണ് എന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്ന, എന്നാൽ എല്ലായിടത്തും അവഗണിക്കപ്പെടുന്ന ഒരു നേഴ്സിൻ്റെ കഥയാണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഒരു മരുന്നിൻ്റെയും പിന്നെ ആശുപത്രിയുടെയും ഒക്കെ ഒരു ലോകം പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥാലോകത്ത് വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നത് കൊണ്ടാവാം ഈ ലോകത്തെയൊക്കെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീയുടെ സഹനങ്ങളെ വളരെ വ്യക്തമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു കഥയാണ് വെളിച്ചത്തിൻ്റെ മരണം. വെളിച്ചത്തിൻ്റെ മരണം, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. മേരിയുടെ നേരം പുലർന്നു. പതിവ് പോലെ തലയണക്കീഴിൽ നിന്നും വാച്ച് എടുത്ത് സമയം നോക്കി. മണി 4:30. വാച്ചിൻ്റെ നാടിമിടിപ്പ് നിന്നിരിക്കുന്നു. അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു, പുറത്തേക്കു കടന്നു. അടുത്ത മുറിക്കാരി അപ്പോൾ പൗഡർ ഇട്ട് കണ്ണെഴുതുകയായിരുന്നു. അവളുടെ വാച്ചിൽ മണി 7:15. വരാന്തയിലും കുളിമുറിക്ക് മുമ്പിലും ബഹളം. കിമോണ ധരിച്ച, പാവാടയും ബ്ലൗസും മാത്രം ധരിച്ച, മുടിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീഴുന്ന പെൺകുട്ടികൾ ധൃതിപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും തൻ്റേതായ ബദ്ധപ്പാട് മാത്രം. ഇനി 45 മിനിറ്റുണ്ട്. അതിനുള്ളിൽ കക്കൂസ്, പല്ല് തേപ്പ്, കുളി, ഉടുപ്പിടൽ. 8 മണിക്ക് ആശുപത്രിയിലെ രജിസ്ട്രറിൽ ഒപ്പുവീഴണം. 5 മിനിറ്റ് താമസിച്ചാൽ മേട്രൻ വർഗീസ് എന്ന പുലിയുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന എക്സ്റേ രശ്മികൾ ദേഹത്തെ തുളച്ച് കടന്നു പോകും. മേരി കുളിച്ചില്ല. കാലും മുഖവും കഴുകി ഓടി മുറിയിൽ വന്നു. കണ്ണാടി നോക്കി. വാടിയ മുഖം കണ്ടു. പിന്നാലെ ചെമ്പിച്ച മുടി ചിക്കറുത്തു. നാട്ടിൽ നിന്ന് വരുമ്പോൾ നീണ്ടു കറുത്ത ധാരാളം മുടിയുണ്ടായിരുന്നു. ക്ലോറിൻ വെള്ളത്തിൽ കുളി തുടങ്ങിയപ്പോൾ, സിന്തറ്റിക് എണ്ണകൾ പുരട്ടിയപ്പോൾ, വെളിച്ചെണ്ണ തേക്കാതായപ്പോൾ മുടി ചെമ്പിച്ചു കൊഴിഞ്ഞു. തലയിൽ നിന്ന് ബന്ധം മുറിച്ച് ചീപ്പിൻ്റെ അഴികളിൽ പറ്റിയ ഒരു പിടി മുടി അവൾ സങ്കടത്തോടെ കയ്യിലെടുത്തു. പിന്നെ കണ്ണാടിക്ക് പിന്നിലെ കൊച്ചു പെട്ടിയിൽ ഒളിച്ചു വെച്ചു. കഴുത്തിൽ നിന്ന് മാലയും ലോക്കറ്റും ഊരി. ലോക്കറ്റിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ കുരിശിന്മേൽ ചുണ്ടുകൾ അമർത്തി. കാതിൽ നിന്ന് വളയങ്ങൾ ഊരി. മോതിരം അഴിച്ചു. കൈപ്പടം ഞെരുക്കി വളകൾ വലിച്ചെടുത്തു. പെറ്റിക്കോട്ട് ധരിച്ചു. കഞ്ഞിപ്പശ കുളിക്കാത്ത ദേഹത്തിൽ ഉരസിയപ്പോൾ അസുഖം തോന്നി. സ്റ്റോക്കിങ്സ് വലിച്ചു കയറ്റി. വെളുത്ത ഷൂസ് ഇട്ടു. യൂണിഫോം ധരിച്ചു. തലയിൽ വെളുത്ത കിരീടം ചാർത്തി. വെള്ളിക്കുന്നേല മേരി മോഹൻലാൽ ആശുപത്രിയിലെ നേഴ്സായി മാറി. സമയം 7:50. മുറി പൂട്ടി. പ്രാതൽ കഴിക്കാതെ മേരി പുറപ്പെട്ടു. കൂട്ടുകാരികൾ അരയന്നങ്ങളെ പോലെ 10-15 വാര അകലത്തിൽ. മേരി വിളിച്ചു, എടീ ത്രേസ്യാമേ, നില്ലടി, ഞാനും വരുന്നു. അവൾ തിരക്കിട്ടു നടന്നു. മൊസൈക്ക് പാകിയ ഹോസ്റ്റലിൻ്റെ ചവിട്ടുപടികൾ അവളെ കാത്തുകിടക്കുകയായിരുന്നു. തിരക്കിട്ട് മുന്നോട്ട് വെച്ച കാൽ പടിയിൽ നിന്നു വഴുതി. പിടഞ്ഞെഴുന്നേൽക്കുമ്പോൾ 4 ഭാഗത്തു നിന്നും പൊട്ടിച്ചിരി കേട്ടു. വെളുത്ത യൂണിഫോമിൻ്റെ പിൻഭാഗം മുഴുവൻ ചെളി. ആരോടെന്നില്ലാതെ കോപം വന്നു. തിരിച്ചു മുറിയിലേക്കു നടന്നു. കൂട്ടുകാരികൾ നടന്നകലുകയാണ്. മേരി മേട്രൻ്റെ മുമ്പിലെത്തിയപ്പോൾ സമയം 8:15. മുറിക്ക് പുറത്ത് ഒരു നിമിഷം അവൾ സംശയിച്ചു നിന്നു. പിന്നെ ധൈര്യപൂർവ്വം അകത്തു കടന്നു. മേട്രൻ മിണ്ടിയില്ല. മേട്രൻ പേന തുറന്ന്
അവളുടെ പേരിനു നേരെ എ എന്ന് എഴുതി. പ്ലീസ് ഗെറ്റ് ഔട്ട്. അവളുടെ നെഞ്ചിലൂടെ ഒരു പക്ഷി ചിറകിട്ടടിച്ചോടി. തല താഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, വഴിയിൽ ഞാൻ വീണു. മേട്രൻ തല ഉയർത്തി. എന്നിട്ട് നിന്റെ നട്ടല്ലൊടിഞ്ഞു പോയോ? വീണപ്പോൾ ഉടുപ്പിൽ ചെളി പറ്റി. ഉടുപ്പ് മാറ്റാനായി പിന്നെയും മുറിയിൽ പോകേണ്ടി വന്നു. വിനയപൂർവ്വം മേരി വിശദീകരിക്കുകയായിരുന്നു. അപ്പോൾ മേട്രൻ അട്ടഹസിച്ചു. ഷട്ടപ്പ്. ചൂണ്ടുവിരൽ അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ടു പറഞ്ഞു, പെണ്ണേ, കളവ് പറയുന്നതിനൊരതിര് വേണം. രാത്രി മുഴുവൻ വല്ലവനെയും ഓർത്ത് ഉറക്കമിളയ്ക്കും. പുലരാൻ കാലത്തായിരിക്കും കൂർക്കം വലി. മേട്രൻ വിടാൻ ഭാവമില്ലായിരുന്നു. കള്ളവർഗം. ശമ്പളം മാസാമാസം പറ്റി തിന്നുന്നു. ജോലി ചെയ്യാനാണെങ്കിലും മടി. മേരിയുടെ പെരുവിരലിൽ നിന്ന് തരിപ്പ് കയറി തലയിലെത്തി. കിഴവിട ചീത്ത കേൾക്കുമ്പോഴെല്ലാം വിറച്ചു പോകുന്നു. മേട്രൻ രജിസ്റ്റർ തുറന്ന് എ എന്നെഴുതിയത് വെട്ടി. പിന്നെ രജിസ്റ്റർ ദേഷ്യത്തിൽ മേരിയുടെ മുന്നിലേക്ക് തെറിപ്പിച്ചു. പേന തുറന്ന് ഒപ്പിട്ടു. ഒപ്പ് വീഴുന്നില്ല. പേനയിൽ മഷി വരുന്നില്ല. അവൾ പേന കുടഞ്ഞു. ഇഡിയറ്റ്, ഒരു മാനേഴ്സുമില്ല. എൻ്റെ മുറിയിലാണോ മഷി ഉടയുന്നത്? മേരി ഒപ്പിട്ടു. അക്ഷരങ്ങൾ വിറച്ചു. പുറത്തു കിടന്ന് അവൾ നന്നായി ഒന്ന് ശ്വസിച്ചു. മേട്രൻ്റെ മുറിയിൽ നിൽക്കുമ്പോഴെല്ലാം താൻ കരയ്ക്ക് പിടിച്ചിട്ട മീനാണെന്ന് മേരിക്ക് തോന്നും. നീണ്ട ഇടനാഴികളിലൂടെ മേരി തൻ്റെ വാർഡിനെ ലക്ഷ്യം വെച്ച് നടന്നു. അവൾക്കെതിരെ വന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവളെ നോക്കി കണ്ണിറുക്കി. അവൾ തല താഴ്ത്തി നടന്നു. എതിരെ പലരും നീങ്ങുന്നുണ്ടായിരുന്നു. വാർഡിൽ നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ചലനങ്ങൾ ആരംഭിച്ചു. കട്ടിലിൻ്റെ മുദ്രകളായ രോഗികൾ ചുറ്റും നിലകൊണ്ടു. ചിലർ കിടന്നു ഞരങ്ങി. സുഖം പ്രാപിക്കുന്നവർ വർത്തമാനം പറഞ്ഞു. ബന്ധുക്കളുള്ളവർ അവർ കൊണ്ടുവന്ന മധുരനാരങ്ങ നുണഞ്ഞു. ഒറ്റപ്പെട്ടവർ മരണം കാത്ത് കട്ടിലിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. മേരി ഗുളികകളും ഇഞ്ചക്ഷൻ മരുന്നുകളും നിറച്ച ട്രേയുമായി നീങ്ങി. രോഗികൾ മരുന്നിനായി നിസ്സഹായരായി കാത്തു. 75-ാം നമ്പർ കട്ടിലിലെ ടൈറ്റസ് എന്ന വൃദ്ധൻ സാർക്കോയിഡോസിസ് എന്ന മാരകമായ ദീനം പിടിപെട്ട വൃദ്ധൻ മേരിയെ കണ്ടപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ബൈബിൾ പൂട്ടി. ടൈറ്റസ് കുപ്പായമൊക്കെ കയറ്റി മേരിക്ക് തോൾ കാണിച്ചു കൊടുത്തു. മേരി സിറിഞ്ച് കുത്തനെ നിർത്തി. പിസ്റ്റൻ അമർത്തി. ഒരു തുള്ളി മരുന്ന് ഒരു നീരമ്പായി മേലോട്ടുയർന്നു. മേരിയുടെ കൈ താണു. സൂചി ഇറങ്ങിയപ്പോൾ ടൈറ്റസ് പല്ലുകടിച്ചു. വൃദ്ധൻ്റെ തോളിൽ അസംഖ്യം കറുപ്പ് കുത്തുകൾ മേരി കണ്ടു. സൂചി കുത്തിക്കയറ്റിയതിൻ്റെ പാടുകൾ. മോളെ, വൃദ്ധൻ വിളിച്ചു. മേരി നനഞ്ഞ കണ്ണുകൾ വിടർത്തി. മോളെ, പള്ളിയിലെ അച്ഛൻ എന്നാണ് ഇവിടെ വരിക? ഇന്നോ നാളെയോ ഞാൻ മരിക്കും. ടൈറ്റസ് കഴിഞ്ഞ 4 മാസമായി നിത്യവും ഇതുതന്നെ പറയുന്നു. ഫാദർ നാളെ വരും. കഴിഞ്ഞ 4 മാസമായി മേരിയും ഇതുതന്നെ പറയുന്നു. താങ്ക് യു മൈ ഡാർലിംഗ് ഡോട്ടർ, താങ്ക് യു. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാമല്ലോ. ടൈറ്റസ് കുപ്പായത്തിൻ്റെ കൈയിറക്കിയിട്ടു. ബൈബിൾ നിവർത്തി വായന തുടർന്നു. ഇത്തവണ മേരി കേൾക്കത്തക്ക വിധം ഇത്തിരി ഉച്ചത്തിലായിരുന്നു. ഡ്യൂട്ടിയിലുള്ള സിസ്റ്ററെ കാണാനായി മേരി മുറിയിലേക്ക് ചെന്നു. സിസ്റ്റർ വാർഡിലെ പറ്റുചെലവുകൾ എഴുതുകയായിരുന്നു. അവരുടെ മൂക്കിന്മേൽ വിയർപ്പ് തുള്ളികൾ മൂക്കുത്തി പോലെ പിടിച്ചിരിക്കുന്നു. സിസ്റ്റർ പ്രൈവറ്റ് വാർഡിലേക്ക് ആരെയാ വിടുന്നത്? സിസ്റ്റർ തല ഉയർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെ ചെല്ല്. ആരു ചെന്നാലും അവിടെ കിടക്കുന്നവരെല്ലാം നിന്നെയാ തിരക്കുന്നത്. സിസ്റ്റർ, എനിക്ക് വയ്യ. പിന്നെ ആര് പോകും? മിസ് പീറ്ററിനെ അയക്ക്. അവളും ചെല്ലട്ടെ. നിന്നെ തന്നെ അയക്കാനാ മേട്രൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മേരി ഒന്നും പറഞ്ഞില്ല. സിസ്റ്റർ തുടർന്നു, പെണ്ണേ, നിനക്കെന്താ വലിയ വിഷമം? എടി, ഇതൊക്കെ ഒരു ഭാഗ്യമാ. സൗന്ദര്യം ഒരു പൂ പോലെയാണ്. നാളെ അത് വാടിക്കരിഞ്ഞു പോകും. ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. തക്ക സമയത്ത് മണക്കുകയും മണപ്പിക്കുകയും ചെയ്യണം. മേരിക്ക് ദേഷ്യം വന്നു. ട്രോളിയും ഉരുട്ടി അവൾ പ്രൈവറ്റ് വിങ്ങിലേക്ക് നടന്നു. 1-ാമത്തെ മുറിയിൽ നഗരത്തിലെ സിനിമാ തിയേറ്ററുകളുടെ ഉടമയുടെ ചെറുപ്പക്കാരനായ മകൻ കിടക്കുന്നു. അയാളുടെ രോഗം സാധാരണക്കാരൻ്റെ രോഗമല്ല.
പണക്കാരൻ്റെ രോഗമാണ്. നിത്യവും വാടക കൊടുക്കുന്ന മുറിയിലാണ് കിടക്കുന്നത്. വിലപിടിച്ച മരുന്നുകൾ പുറത്തുനിന്നും കൊണ്ടുവരുന്നു. ആശ്രിതരും പരിചാരകരും ധാരാളമുണ്ട്. മേരി അയാളുടെ പൾസും ടെമ്പറേച്ചറും പരിശോധിച്ച് ചാർട്ടിൽ വരഞ്ഞു. പൾസ് എടുത്തു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ ഇടത്തെ കൈനീട്ടി പറഞ്ഞു, ഇവിടെയും ഒന്ന് പിടിച്ചു നോക്കൂ. മേരി കേട്ട ഭാവം നടിച്ചില്ല. അവൻ്റെ കണ്ണുകൾ മേരിയുടെ ദേഹത്തിലൂടെ ഇഴഞ്ഞു നടന്നു. സിസ്റ്റർ, എന്നെ സ്പഞ്ച് ചെയ്യൂ. വെള്ളം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരൻ മന്ദഹസിച്ചു. അയാൾ മുറി വാടകയ്ക്ക് എടുത്തതുകൊണ്ട് നേഴ്സിനെയും വാടകയ്ക്കെടുത്ത ഭാവത്തോടെയാണ് സംസാരിക്കുന്നത്. മേരി നനഞ്ഞ ശീല കൊണ്ട് അവൻ്റെ ദേഹം തുടയ്ക്കുമ്പോൾ അവൻ നിർവൃതിക്കൊള്ളുകയായിരുന്നു. വൈവിധ്യത്ത് സ്പഞ്ച് ചെയ്യുമ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു. സിസ്റ്റർ, എനിക്ക് വല്ലാത്ത ഇക്കിളിയാണ്. സ്പഞ്ച് ചെയ്യുന്ന തുണി കൊണ്ട് അവൻ്റെ മുഖത്ത് ആഞ്ഞടിക്കാൻ മേരി ആഗ്രഹിച്ചു. മൂന്നാമത്തെ മുറിയിൽ ഡയബറ്റിക് ബാധിച്ച വൃദ്ധൻ ധനികനാണ്. അയാളെ മേരിക്ക് വെറുപ്പാണ്. തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ. അയാളുടെ കണ്ണുകളിൽ നിഴലിക്കുന്നത് നീചത്വവും ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നത് അശ്ലീലവും. മുഖത്തെ സ്ഥായിയായ ചുളിവുകളിൽ ശൃംഗാരം. എൻ്റെ കുട്ടി എന്താ അത്ര വൈകിയത്? മേരിയെ കണ്ടപ്പോൾ വൃദ്ധൻ എഴുന്നേറ്റു. വൃദ്ധൻ്റെ കൈത്തണ്ടയിലെ കട്ടിയുള്ള തോലിനിടയിൽ ഇൻസുലിൻ കുത്തിക്കയറ്റുമ്പോൾ വൃദ്ധൻ പറഞ്ഞു, ഇന്നലെ പിശാചിനെ പോലെയുള്ള ഒരു പെണ്ണാണ് ഇഞ്ചക്ഷനുമായി വന്നത്. ഓടിച്ചു ഞാനതിനെ. പിന്നെ ഞാൻ മേട്ടനോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു, മേരിയെ മാത്രമേ വിടാവൂ എന്ന്. ഞാൻ തന്നെ നേരിട്ട് ചെന്നു പറഞ്ഞു. മേരി കൃത്രിമമായി പുഞ്ചിരിച്ചു. തൻ്റെ സൗന്ദര്യത്തിൽ രഹസ്യമായി അഭിമാനം തോന്നാതെയും ഇരുന്നില്ല. എൻ്റെ കുട്ടി, ഇഞ്ചക്ഷൻ ഇന്നലെ ഒഴിവായത് കാരണം എൻ്റെ അസുഖം അങ്ങ് കൂടി. ഇന്നലെ മുഴുവൻ നാവ് വരണ്ടു കിടന്നു. ഇന്നു രാവിലെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ ചുവപ്പ് നിറമായിരുന്നു, ഇഷ്ടികയുടെ നിറം. അവൾ ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ ചോദിച്ചു, വൈകിട്ടും വരുമോ? ഈ കൈകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ കിട്ടണം. വൃദ്ധനെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല, വരാൻ മനസ്സില്ല. പിണങ്ങില്ലേ കുട്ടി? ചുറ്റും നോക്കി വൃദ്ധൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഒരു നിമിഷം അവൾക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല. വലത്തു കൈ ആഞ്ഞ് അവൾ ഒരടി കൊടുത്തു. വൃദ്ധൻ മറിഞ്ഞ് കട്ടിലിൽ വീണു. പിന്നെ ഭയങ്കര ലഹള നടന്നു. മേട്രനും ഹോസ്പിറ്റൽ സൂപ്രണ്ടും മാറി മാറി അവളെ വിളിപ്പിച്ചു. എടി, എന്താടി നിൻ്റെയൊക്കെ ഭാവം? മേട്രൻ നിന്ന് തിളയ്ക്കുകയായിരുന്നു. എല്ലാവരോടും കൊഞ്ചും പോലെ നീ അയാളോടും കൊഞ്ചുകയാണോ? അവൾക്കൊന്നും പറയാനില്ലായിരുന്നു. സൗന്ദര്യമുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിക്കട്ടെ, ചെലവാക്കാൻ നടക്കണ്ട. ഒരു കടലാസ് നീട്ടിക്കൊണ്ടും പറഞ്ഞു, ഗീവ് ദ എക്സ്പ്ലനേഷൻ ഇമ്മീഡിയറ്റ്ലി. സൂപ്രണ്ട് വിളിച്ചപ്പോൾ മേരി ആശ്വസിച്ചു. സൂപ്രണ്ട് നല്ല മനുഷ്യനാണ്. സംഭവങ്ങൾ കാര്യകാരണസഹിതം അന്വേഷിച്ചിട്ടേ അയാൾ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. ആരെയും ശിക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ സൂപ്രണ്ടിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നിരുന്നു. പുകയുന്ന പൈപ്പ് മേശപ്പുറത്ത് വെച്ച് തടിച്ച കണ്ണടയിലൂടെ മേരിയെ നോക്കി. അദ്ദേഹത്തിൻ്റെ മീശ കോപത്താൽ എഴുന്നു നിന്നിട്ടുണ്ടായിരുന്നു. മേരി സംഭവം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴേക്കും സൂപ്രണ്ടിൻ്റെ ഭാവം മാറി. മുഖത്തെ ഗൗരവം എങ്ങോ പോയി ഒളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നോ നോ, ഐ കോണ്ട് ബിലീവ്. അല്പം നിർത്തിക്കൊണ്ട് തുടർന്നു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഹൗ ക്യാൻ യു ബീറ്റ് എ ജെന്റിൽമാൻ? സൂപ്രണ്ടിൻ്റെ ചുണ്ടുകൾ തുന്നിക്കെട്ടാൻ മേരി മോഹിച്ചു. നിന്ന നിലയിൽ അയാളെ ചുട്ടുകരിക്കണം. ഈ മുറിയും ഈ ഹോസ്പിറ്റലും എല്ലാ രോഗികളെയും ചുട്ടുകരിക്കണം. സൂപ്രണ്ട് എഴുന്നേറ്റു. സൂപ്രണ്ടിൻ്റെ മുഖം ഒരു ചെറുപ്പക്കാരൻ്റെ മുഖമായി മാറി. സൂപ്രണ്ടിൻ്റെ ഉള്ളിലുള്ള അധപ്പതിച്ച നന്മയുടെ രൂപം തിന്മയുടെ രൂപം എടുത്തു. അവൾ തരിച്ചു നിൽക്കുമ്പോൾ ഒരു വലിയ നിഴൽ അവളെ വന്ന് മൂടുകയായിരുന്നു. ബലമുള്ള കൈകൾ അവളുടെ ചുമലിൽ വീണു. അവൾക്ക് ശ്വാസം മുട്ടി. ടൊബാക്കോവിൻ്റെ ഗന്ധത്തിലൂടെ അവൾ ഒരു സ്വരം കേട്ടു, മൈ സ്വീറ്റ് ഗേൾ, ഹൗ കാൻ ഐ ആസ്ക് ഫോർ ആൻ എക്സ്പ്ലനേഷൻ? പിടിവിട്ട് പുറത്തു വന്നപ്പോൾ അവൾ ഓർത്തു, ലോകം മുഴുവൻ ചുട്ടുകരിച്ചാൽ പോരാ, തന്നെ കൂടി കരിക്കണം, സ്വയം കരിയണം. ചോര ഛർദ്ദിക്കുന്ന ഒരു രോഗിയെ ഉച്ചനേരത്ത് വാർഡിൽ കൊണ്ടുവന്നു. അയാളുടെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടത് കാരണം മേരിക്ക് ഊണ് കഴിക്കുവാനൊത്തില്ല. ജോലി തിരക്കിൽ അവൾക്കൊരിക്കലും വിശപ്പ് തോന്നാറില്ല. 3:30 മണിയായപ്പോൾ തിരക്കു തീർന്നു. അപ്പോഴാണ് വയറ് കാളാൻ തുടങ്ങിയത്. അരമണിക്കൂർ കൂടി കാത്തിരുന്നു. ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോകാമെന്ന് മേരി തീരുമാനിച്ചു. വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സ് കലുഷിതമായി. സൂപ്രണ്ടിൻ്റെ മുഖം മനസ്സിൽ കല്ലിൽ പിശാചിൻ്റെ കൊത്തുരൂപമായി നിലകൊള്ളുന്നു.
ഹോസ്റ്റലിൽ വന്ന് യൂണിഫോം മാറി കൈ കഴുകി ഡൈനിങ് റൂമിൽ വന്നു. അവിടെ അലമാരയിൽ ഭക്ഷണം അവളെയും കാത്തു വിറങ്ങലിച്ചു കിടക്കുന്നു. അടപ്പ് പൊക്കി ചോറ് ആറി തണുത്തു മരവിച്ചിരിക്കുന്നു. മയമുള്ള ചപ്പാത്തി മരപ്പലക പോലെയായി. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ചേർത്ത് വെച്ച കറിയിൽ ഡാൽഡ ചേരി തിരിഞ്ഞ് കട്ടിയായി കിടക്കുന്നു. മസാല ചേർക്കാത്ത കൊഴുത്ത പരിപ്പ് കറിയിൽ ഒരു ഈച്ച വീണിരിക്കുന്നു. മേരിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി. പാത്രം മൂടി അവൾ മുറിയിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളവും 2 ബിസ്ക്കറ്റും കഴിച്ചു. ഹോസ്റ്റലിൽ ബഹളമാണ്. മിക്ക മുറികളിൽ നിന്നും പാട്ട് കേൾക്കാം. മലയാളി കുട്ടികളുടെ മുറിയിൽ നിന്ന് സിലോണിലെ തമിഴ് പാട്ട് കേൾക്കുന്നു. പലരും നടക്കാൻ ഇറങ്ങി. ചിലർ വസ്ത്രങ്ങൾ കഴുകുന്നു. വരാന്തയിലെ ഒരു കോണിൽ നാട്ടിൽ നിന്ന് വന്ന ഒരു കത്തും കയ്യിൽ പിടിച്ച് മറിയാമ്മ വേവലാതി പൂണ്ടു നിൽക്കുന്നു. മേരി വരാന്തയിലെ ബെഞ്ചിൽ ഇരുന്ന് ഗേറ്റിലേക്ക് നോക്കി. ഗേറ്റിൽ ഒരു സ്കൂട്ടർ വന്നു നിന്നു. അത് വന്നു നിൽക്കേണ്ട താമസം. ഓർത്തോപീഡിക് വാർഡിൽ ജോലി ചെയ്യുന്ന പുഷ്പ സ്കൂട്ടറിന്റെ പിന്നിൽ കയറി. സ്കൂട്ടർ മറിയുന്നതുവരെ മേരി നോക്കി നിന്നു. പിന്നെ പലരും വന്നു. സ്കൂട്ടർ, സൈക്കിൾ, റിക്ഷ, കാൽനടക്കാർ. സന്ദർശക സമയം ആരംഭിച്ചിരിക്കുന്നു. ഉടുത്തൊരുങ്ങിയ ചെറുപ്പക്കാർ വിസിറ്റിംഗ് റൂമിലെ ഇരിപ്പിടങ്ങളിൽ കയറി സ്ഥാനം പിടിച്ചു. ആണും പെണ്ണും ജോഡികളായി തോളുരുമിയും വർത്തമാനം പറഞ്ഞും ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി തിരിച്ചു. രാത്രി 10 മണിയാവുമ്പോഴേക്കും തിരിച്ചെത്തിയാൽ മതി. അതുവരെ എവിടെയും പോകാം, എന്തു ചെയ്യാം. എങ്ങോട്ടെങ്കിലും നടക്കാൻ മേരി ആലോചിച്ചു. പക്ഷേ തനിച്ച് എങ്ങനെ പോകാനാണ്? പെട്ടെന്ന് രാജന്റെ തല ഗേറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ഉള്ളിലെടുത്ത ശ്വാസം പെട്ടെന്ന് പുറത്തേക്ക് വിടാൻ മേരിക്കു കഴിഞ്ഞില്ല. കയ്യിലിരുന്ന സിനിമാ മാസിക മുറിക്കകത്തേക്ക് എറിഞ്ഞ് മുറി പൂട്ടി അവൾ പുറത്തേക്ക് ഓടി. രാജൻ സന്ദർശക മുറിയിലെ കീറിയ കുഷ്യനിട്ട ഒരു സോഫയിലിരിക്കുന്നു. താടി വടിച്ചിട്ടില്ല, മുടിയിൽ എണ്ണ പുരട്ടിയിട്ടില്ല. മേരി രാജന് അഭിമുഖമായി ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഞാൻ രാജനെ ഇപ്പോൾ ഓർത്തതേയുള്ളൂ. പതുക്കെയുള്ള തൻ്റെ സ്വരത്തിൽ രാജൻ ചോദിച്ചു, നീ എന്നെ ഓർക്കാത്തതായി വല്ല നേരമുണ്ടോ? ഉണ്ട്, ഞാൻ മരിക്കുന്ന നേരത്തെല്ലാം. അടുത്തുള്ള സോഫ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, അങ്ങോട്ട് മാറിയിരിക്കൂ. ഇവിടെ എന്താ തീക്കനലുണ്ടോ? തീക്കനലല്ല, അത് പാതാളമാണ്. സോഫ കീറിയത് കണ്ടില്ലേ? മുറ്റി നിൽക്കുന്ന താടി തടവിക്കൊണ്ട് രാജൻ പറഞ്ഞു, എനിക്ക് കീറിയതെല്ലാം ഇഷ്ടമാണ്. കീറിയ കുപ്പായമിട്ടു നടക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇടാത്തത്? ഞാനൊന്ന് കാണട്ടെ. നല്ല സ്മാർട്ടായിരിക്കും അപ്പോൾ. ഈ ആശുപത്രിയിലെ ജോലി ഒന്ന് തീരട്ടെ, അപ്പോൾ കാണിക്കാം. ഇന്നത്തെ പോലെ താടി വടിക്കാതെ, ഷൂ പോളിഷ് ചെയ്യാതെ, തലയിൽ എണ്ണ പുരട്ടാതെ ഞാൻ നടക്കും. ചിരിച്ചുകൊണ്ട് മേരി പറഞ്ഞു. എന്നാൽ ഒരൊറ്റ രോഗിയും രാജനെ തിരിഞ്ഞു നോക്കില്ല. വേണ്ട, പൊടുന്നനെ രാജൻ പറഞ്ഞു. ഞാൻ രോഗികളെ അന്വേഷിച്ച് അവരുടെ അടുത്ത് ചെല്ലും. കളിയാക്കിക്കൊണ്ട് മേരി പറഞ്ഞു. തമാശയാക്കേണ്ട, ആ കാലവും വരും. നിങ്ങളെല്ലാം ഒരു വെട്ടിയും കയ്യിലേന്തി ആർക്കെങ്കിലും ചുമയുണ്ടോ, ആർക്കെങ്കിലും വയറ്റിൽ വേദനയുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട കാലം വരും. അങ്ങനെയുള്ള കാലത്തെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. അതെൻ്റെ ഭാഗ്യമായിരിക്കും. ഞാൻ ബോറാവുകയാണ്. വരൂ, നമുക്ക് നടക്കാനിറങ്ങാം. എന്തോ ഓർത്ത പോലെ മേരി പറഞ്ഞു. വേണ്ട വേണ്ട, എങ്ങും പോകണ്ട. പോയി ഹോസ്റ്റലിൽ ഇരുന്ന് വല്ലതും പഠിച്ചോളൂ. പരീക്ഷയ്ക്ക് ഇനി അധികം ദിവസമുണ്ടോ? എൻ്റെ പഠിത്തത്തിൽ മേരി എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? കോപത്തോടെ മേരി ചോദിച്ചു. ഇത്തവണയെങ്കിലും പാസ്സാകണ്ടേ? എല്ലാവരും എന്നെയാണ് ചീത്ത പറയുന്നത്. നല്ല പയ്യനെ, MBBSന് മെഡൽ വാങ്ങിച്ച പയ്യനെ ചീത്തയാക്കി എന്നാണ് മേട്രൻ പോലും പറഞ്ഞു നടക്കുന്നത്. മേരിയുടെ മുഖഭാവം മാറി. ദുഃഖം ഒരു കാറ്റ് പോലെ അവളുടെ മനസ്സിനകത്തേക്ക് കടന്നു വീഴാൻ തുടങ്ങി. ഈ പ്രാവശ്യവും രാജൻ തോൽക്കുകയാണെങ്കിൽ മേരിയുടെ മനസ്സിൽ പ്രൊഫസറുടെ മുഖം നിറഞ്ഞു. 10 തലയുള്ള ഒറ്റയുടലുകാരനായ പ്രൊഫസറുടെ മുഖം. മേരി പറഞ്ഞു, വരൂ, നമുക്ക് എങ്ങോട്ടെങ്കിലും നടക്കാം. രാജൻ എഴുന്നേറ്റു. രാജന്റെ പാൻറിന്റെ പിന്നിൽ പറ്റിക്കിടന്നിരുന്ന പൊടി മേരി തട്ടി. എന്നെ കൊല്ലരുതേ, രാജൻ പറഞ്ഞു. കൊല്ലുകയല്ല, വൃത്തിയാക്കുകയാ. അവർ ഇറങ്ങി നടന്നു. കാറ്റാടി മരങ്ങളെ നോക്കി തൊട്ടുരുമി നിലക്കടല പൊട്ടിച്ചു കുറിച്ചുകൊണ്ട് ഒരേ ഒരു രാഗത്തിലൂടെ അവർ സഞ്ചരിച്ചു. തിയേറ്ററിന് മുമ്പിലെത്തിയപ്പോൾ ഉയർത്തിക്കെട്ടി നിർത്തിയ കൂറ്റൻ സിനിമാ പരസ്യ പലകയിലെ നായിക രാജനെ മാടി വിളിച്ചു. രാജൻ പറഞ്ഞു, നമുക്ക് അകത്ത് കിടക്കാം. ഒരു പടം കണ്ടാൽ വിഷമങ്ങൾ തീരും. മേരിയും സമ്മതിച്ചു. ബാൽക്കണിയിൽ ഏറ്റവും പിന്നിലത്തെ നിരയിൽ അവർ ഇരുന്നു. ആളുകൾ വളരെ കുറവായിരുന്നു. സ്റ്റണ്ട് പടമാണെന്ന സത്യം സിനിമ തുടങ്ങിയപ്പോഴാണ് രാജന് മനസ്സിലായത്. പുറത്തു കണ്ട കൂറ്റൻ പരസ്യ പലക പിറ്റേന്ന് റിലീസാകാനുള്ള പടത്തിൻ്റെതായിരുന്നു. നമുക്കിനി ഇഷ്ടം പോലെ വർത്തമാനം പറഞ്ഞിരിക്കാം.
രാജൻ പറഞ്ഞു. ഒരു പക്ഷേ ഞാൻ ഉറങ്ങിയെന്നും വരാം. വില്ലൻ പ്രവേശിക്കുമ്പോൾ നീ എന്നെ ഉണർത്തണം. രാജൻ തല മേരിയുടെ ചുമലിലേക്കു താഴ്ത്തി. പിന്നെ മൃദുവായി അവളുടെ ചുമലിൽ കാടിച്ചു. വൃത്തികേട് കാണിക്കാതെ നേരെ ഇരുന്ന് പടം കാണൂ. മുമ്പിൽ വേറെ ആളുകളുണ്ട്. രാജൻ വിഷാദത്തോടെ തലയെടുത്ത് നേരെ ഇരുന്നു. പടം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു തവണ ഉമ്മ വെക്കാൻ കൂടി രാജനെ അനുവദിക്കാത്തതിൽ മേരിക്ക് വ്യസനം തോന്നി. മൂടിയിട്ട റിക്ഷയിലിരുന്ന് ഹോസ്റ്റലിലേക്ക് മടങ്ങുമ്പോൾ മേരി കീഴടങ്ങിയ ഒരു പെൺ പടയാളിയായിരുന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ മേരി ഉപദേശിച്ചു, പോയി നന്നായി വായിക്കണേ. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ രാജൻ 3-ാം തവണയും തോറ്റിരിക്കുന്നു. മേട്രൻ മേരിയെ മുറിയിലേക്ക് വിളിച്ചു. ഇരിക്കൂ. മേട്രൻ്റെ ശബ്ദത്തിന് പതിവില്ലാത്ത വിധം മയമുണ്ടായിരുന്നു. അവർ കണ്ണടയെടുത്തു. സാധാരണ കാണാറുള്ള രൗദ്രഭാവം ആ മുഖത്തു തെളിഞ്ഞു കണ്ടില്ല. എങ്കിലും അവരുടെ നോട്ടത്തിന് സ്ഥായിയായ ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. ചെന്നായ എന്ന പേരിൽ അറിയപ്പെടുന്ന മേട്രൻ പറഞ്ഞു തുടങ്ങി. മേരി അറിഞ്ഞില്ലേ റിസൾട്ട്? രാജൻ ഇത്തവണയും തോറ്റു. നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് പ്രത്യേകതയുണ്ട്. ഇതെൻ്റെ അവസാനത്തെ ഉപദേശമാണ്. ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപദേശിക്കില്ല. അവർ മുമ്പും മേരിയെ ഉപദേശിച്ചിരുന്നു. മേരി ഒരു വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ ഒരു ആശ്രമത്തിൽ എന്ന പോലെയാണ് അവൾ ജീവിച്ചത്. മേട്രന് മേരിയെ എന്തൊരു സ്നേഹമായിരുന്നു. മേട്രൻ എന്നും മേരിയെ കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നതും വെളിയിൽ പോകുന്നതും നടക്കാൻ പോകുന്നതും മേരിയെ എന്നും അവർ ഉപദേശിച്ചു. മോളെ, ജീവനുണ്ടെങ്കിൽ ഒരാണിനെ സ്നേഹിക്കരുത്, ഒരൊറ്റ ആണിനെയും വിശ്വസിക്കരുത്. ലോകത്തുള്ള സകല മനുഷ്യരെ വിശ്വസിച്ചാലും ഡോക്ടർമാരെ വിശ്വസിക്കരുത്. അവൻ്റെ കഴുത്തിൽ തൂങ്ങുന്ന ഒരു കുഴലില്ല മോളെ, അത് ചതിയനാണ്. ആ കുഴൽ പാമ്പാണ്. മേരി ആരെയും വിശ്വസിച്ചില്ല. ആണുങ്ങളോട് വർത്തമാനം പറഞ്ഞില്ല. ആണുങ്ങളെ നോക്കിയില്ല. ഡോക്ടർമാരെ 3 വാരം അകലെ നിർത്തി. അപ്പോൾ മേട്രൻ പറഞ്ഞു, ചുണയുള്ള കുട്ടികൾ ഇങ്ങനെയാണ്. 5 കൊല്ലം മേരി നേർവഴിക്ക് ജീവിച്ചു. അവളുടെ ചുറ്റും അവൾ കെട്ടിയ വേലി ആർക്കും പൊളിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 6-ാം കൊല്ലം ഡോക്ടർ രാജൻ ആ വേലി പൊളിച്ച് അകത്തു കിടന്നു. മേട്രൻ കണ്ണട എടുത്തു വെച്ചു. രാജനോട് എനിക്ക് കടപ്പാടുണ്ട്. അവൻ എൻ്റെ നാട്ടുകാരനാണ്. വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ മകൻ, സുന്ദരൻ, ബുദ്ധിമാൻ, നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരൻ. നീ ഒരു നേഴ്സാണ്. നിന്റെ ജീവിതകാലം മുഴുവൻ നീ നേഴ്സായിരിക്കും. എന്നാൽ രാജൻ അങ്ങനെയല്ല. പബ്ലിക് സ്കൂളിൽ പഠിച്ചവൻ, MBBS പരീക്ഷയിൽ പല വിഷയങ്ങൾക്കും സ്വർണ്ണ മെഡൽ നേടിയവൻ. അവൻ MS പാസ്സാവും, റിസർച്ച് ചെയ്യും, വിദേശത്ത് പോകും. അവന് പലതും ആകാൻ കഴിയും. വലിയൊരു പാത അവനെ കാത്തുകിടക്കുകയാണ്. നീ ആ വഴിയിൽ ഒരു തടസ്സമായി നിൽക്കരുത്. അവനെ വെറുതെ വിടണം. അവനെ രക്ഷിക്കണം. ആ വലിയ കുടുംബത്തിൽ ഒരു വലിയവൻ കൂടി ഉണ്ടാകട്ടെ. മേരിയുടെ തോളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, കരയരുത്. കണ്ണീരുകൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഒരു പുരുഷൻ എന്നെ ജീവനോടെ നശിപ്പിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞിട്ടില്ല. ജെല്ലി പോലെയുള്ള കണ്ണുകൾ ഉയർത്തി മേരി അവരെ നോക്കി. മേട്രൻ പറഞ്ഞു, നീ ഇപ്പോൾ കരഞ്ഞു. ഇനി ചിരിക്കാനായ ഒരു കാര്യം പറയാം. നീ ഏൺ ലീവിന് അപ്ലൈ ചെയ്തിരുന്നുവോ? ഉവ്വ്, അത് സാങ്ഷനായിരിക്കുന്നു. നാട്ടിൽ പോയി സുഖമായി താമസിച്ച് തിരിച്ചു വരൂ. അല്പം നിർത്തിക്കൊണ്ട് തുടർന്നു. അല്ലെങ്കിൽ തിരിച്ചു വരണമെന്നുമില്ല. അവിടെ എങ്ങാനും ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കൂ. പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞു. ഹോസ്റ്റൽ മുഴുവൻ ഇരുട്ടിലായി. മേരി തപ്പിത്തടഞ്ഞ് മേട്രൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. രാജൻ തോൽക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ലെന്ന് മേരിക്കറിയാം. രാജൻ മാത്രം വിചാരിച്ചാൽ രാജൻ പാസ്സാവുകയില്ല. ദൈവം വിചാരിച്ചാൽ കൂടി രാജൻ പാസ്സാവുകയില്ല. രാജൻ പാസ്സാകണമെങ്കിൽ രാജൻ്റെ പ്രൊഫസർ വിചാരിക്കണം. മാത്രമല്ല, മേരിയുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം സംഭവിച്ചിരുന്നില്ലെങ്കിൽ രാജൻ പാസ്സാകുമായിരുന്നു. മേരിയെ പ്രൊഫസറുടെ വാർഡിലായിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്തത്. പ്രൊഫസർ സുമുഖനായ ഒരു വൃദ്ധനാണ്. നീല നിറത്തിലുള്ള നീണ്ട ഒരു കാർ ഓടിച്ച് രാവിലെ 9 മണിക്ക് പ്രൊഫസർ പോർട്ടിക്കോവിലെത്തും. പ്രൊഫസറെ കാത്ത് വാർഡിൽ ജോലി ചെയ്യുന്ന ഒരു പറ്റം ഡോക്ടർമാരും വിദ്യാർത്ഥികളും പോർട്ടിക്കോവിൻ്റെ അരികിൽ നിൽക്കുന്നു. ആരോ വാതിൽ തുറക്കുമ്പോൾ ചുരുണ്ട മുടിയുള്ള ഉണ്ടക്കണ്ണുള്ള ചെക്ക് ഷർട്ടിട്ട പ്രൊഫസർ പൈപ്പും കയ്യിൽ പിടിച്ച് ഇറങ്ങുന്നു. പരിവാരം നീങ്ങുകയായി. വാർഡിലെത്തുമ്പോൾ പ്രൊഫസർ വിളിക്കും, സ്റ്റാഫി. പ്രൊഫസർ മേരിയെ സ്റ്റാഫ് എന്ന് വിളിക്കാറില്ല. മേരി സുന്ദരിയായതുകൊണ്ട് സ്റ്റാഫി എന്ന ഓമന പേർ വിളിക്കുന്നു. മേരി പ്രൊഫസർക്ക് റൗണ്ട് കൊടുക്കും.
ഒരു ദിവസം പ്രൊഫസർ മേരിയെ മുറിയിൽ വിളിപ്പിച്ചു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇവിടെ സുഖമാണോ? അതെ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു സർ. കഴിഞ്ഞു. വേറൊരു ദിവസം. അന്ന് രോഗിയുടെ എക്സ്റേ പ്ലേറ്റുമായാണ് ചെല്ലാൻ പറഞ്ഞത്. അവൾ അകത്തു കടന്നപ്പോൾ പ്രൊഫസർ എഴുന്നേറ്റ് എക്സ്റേ പ്ലേറ്റ് വാങ്ങിക്കാൻ എന്ന വണ്ണം അവളുടെ അടുത്തേക്ക് നീങ്ങി. കയ്യിലാണ് കയറി പിടിച്ചത്. തീ പൊള്ളിയതുപോലെ മേരി കൈ വലിച്ചു മാറി നിന്നു. ഐ ആം സോറി. മേരി, സിനിമ കണ്ടിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണ്! ആ ഭാവപകർച്ച മേരിക്ക് മനസ്സിലായി. ഉടനെ രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചു. പ്രൊഫസർ കസേരയിൽ പോയി ഇരുന്നപ്പോൾ അവൾ ആശ്വസിച്ചു. നാളെ വീട്ടിൽ വരൂ. മേരി ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഭാര്യയും കുട്ടികളും നാട്ടിലേക്ക് പോയി. മേരി അടിമുടി വിറച്ചു. വൃദ്ധൻ്റെ മുഖത്ത് തുപ്പണമെന്ന് തോന്നി. തുപ്പിയാൽ പോരാ, ഇവിടെ തുപ്പുക എന്ന ഒരു ബോർഡ് എഴുതി ആ മുഖത്ത് വെക്കണം. മേരി മുറിയിൽ നിന്ന് ഇറങ്ങി. കയറിയത് മേട്ടറിൻ്റെ മുറിയിലാണ്. പരാതിയായി. പ്രൊഫസറുടെ പേരിൽ കളങ്കം വന്നു. മേരിയുടെ ഡ്യൂട്ടി അവിടെ നിന്ന് മാറി. പക്ഷേ പ്രൊഫസറുടെ പക അവളുടെ പിന്നാലെ പതുങ്ങി പതുങ്ങി നടക്കുകയാണ്. മേരി അവളുടെ മുറിയിലെത്തുമ്പോഴേക്കും വെളിച്ചം വന്നു. അവൾ കിടക്കയിൽ കമിഴ്ന്നു കിടന്നു കരഞ്ഞു. ചുമരുകളും ജനലഴികളും മേരിയുടെ ദുഃഖം ഏറ്റുപറഞ്ഞു. ചുമരിൽ തൂക്കിയ കലണ്ടറിലെ മറിയയുടെ മടിയിൽ പൂക്കുലയും പിടിച്ചിരിക്കുന്ന ഉണ്ണിയേശു എല്ലാം നോക്കി നിന്നു. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങാം. മേരി ഉച്ചവരെ മയങ്ങി. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പകൽ മുഴുവൻ കിടന്നുറങ്ങാം. മേരി ഉച്ചവരെ മയങ്ങി. ഉച്ചയ്ക്ക് ഹോസ്റ്റലിലെ വരാന്തയിലും അടുത്ത മുറികളിലും ബഹളം വർദ്ധിച്ചപ്പോൾ മേരി ഉണർന്നു. തീരെ വിശപ്പ് തോന്നിയില്ല. അവൾ എഴുന്നേറ്റ് മുഖം കഴുകി വസ്ത്രം മാറ്റി. മുഖത്തെ ചോര മുഴുവൻ വാർന്ന പോലെയുണ്ട്. കണ്ണിൻ്റെ ചുറ്റും ക്ഷീണത്തിൻ്റെ കറുത്ത നിഴൽ. മേരി രാജനെ കാണാനായി വാർഡിലേക്ക് പുറപ്പെട്ടു. നേരം 2 മണിയായതിനാൽ വാർഡിൽ ഡോക്ടർമാരുടെ ബഹളം അല്പം കുറവായിരുന്നു. രാജൻ ഡാർക്ക് റൂമിലിരുന്ന് കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു രോഗിയെ ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയായിരുന്നു. ജോലി തീർന്നാൽ മാത്രമേ രാജൻ ശ്രദ്ധിക്കുകയുള്ളൂ. വരൂ. ബാഗ് കയ്യിൽ പിടിച്ച് രാജൻ പുറത്തേക്കിറങ്ങി. നീണ്ട ഇടനാഴിയിലൂടെ അവർ നടന്നു. എന്നെ ഒന്ന് വന്നു കാണാമായിരുന്നില്ലേ? പരിഭവത്തോടെ മേരി ചോദിച്ചു. എല്ലാവരും കാണണേ. ഞാനിവിടെ വീണ്ടും വരണം അല്ലേ? ടെൻഡെക്സ് ഫോട്ടോയുടെ കീറിങ് വിരലിലിട്ട് ചുറ്റിക്കൊണ്ട് രാജൻ പറഞ്ഞു. ഞാൻ ഇന്ന് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. മേരി ചോദിച്ചു. കഴിഞ്ഞ 2 ദിവസം എവിടെയായിരുന്നു? വീട്ടിൽ പോയിരുന്നു. എന്തിന്? തോറ്റ വിവരം വീട്ടിൽ പറയാൻ. പാൽപ്പായസം കുടിക്കുന്നതും ദുരന്തത്തിൻ്റെ വിവരം അറിയുന്നതും ചൂടാറുന്നതിനു മുമ്പായിരിക്കണം. ആരും ഒന്നും സംസാരിച്ചില്ല. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നിലുള്ള ലോണിൽ അവർ ഇരുന്നു. ഉച്ച സമയത്ത് അവിടെ അധികം ആളുകൾ വന്നിരിക്കാറില്ല. ലോണിൻ്റെ മുന്നിലൂടെ യമുന ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. സന്ദർഭം ലാഘവമാക്കാൻ ശ്രമിച്ചുകൊണ്ട് രാജൻ പറഞ്ഞു. നോക്ക്, എത്ര സുന്ദരമായ സ്ഥലമാണ് നമ്മൾ ഇരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നിലുള്ള കെട്ടിടത്തിനകത്ത് ഹൃദയമിടിപ്പ് റെക്കോർഡ് ചെയ്യുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അജ്ഞാതനായ ഏതോ ഒരു ഹൃദ്രോഗിയുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റിയ ചലനങ്ങൾ ഗ്രാഫ് പേപ്പറിൽ വീഴുന്നു. മുന്നിലുള്ള പൂഴിപ്പരപ്പിലൂടെ ഹൃദയം പോലെ വിശാലമായ നദി ഒഴുകുന്നു. മേരി മിണ്ടിയില്ല. യമുനയുടെ ഓളങ്ങളിൽ പ്രകാശം വെട്ടിത്തിളങ്ങുന്നതും അങ്ങ് ദൂരെ കറുത്ത പൊട്ടുകൾ പോലെ തോണികൾ നീങ്ങുന്നതും അവൾ നോക്കി നിന്നു. അവൾ പെട്ടെന്ന് ചോദിച്ചു. തോറ്റതിൽ രാജന് വിഷമമില്ലേ? ഇല്ല, ഒട്ടുമില്ല. എന്നാൽ എനിക്ക് വിഷമമുണ്ട്, മേരി പറഞ്ഞു. നീ ദുഃഖിക്കണം. പാപം ചെയ്യാത്തവരാണ് ദുഃഖം ഏറ്റെടുക്കേണ്ടത്. അതൊരു ഭാഗ്യമാണ്. എന്തോ ഓർത്തിട്ടെന്ന പോലെ മേരി പറഞ്ഞു. തോറ്റതിലല്ല എനിക്ക് ദുഃഖം, വായിച്ചിട്ടും അധ്വാനിച്ചിട്ടും തോറ്റതിലാണ്. അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. നിരപരാധിയെ കുരിശിൽ കയറ്റുന്നതിനോളം പുണ്യം ഏത് കർമ്മത്തിനാണ്? എന്നെ കണ്ടുമുട്ടിയതാണ് രാജൻ്റെ ഭാഗ്യക്കേട്. സാരിയുടെ ബോർഡറിലെ പൂക്കളിൽ നോക്കി മേരി പറഞ്ഞു. അല്ലെങ്കിൽ രാജൻ ഒരു വലിയ ആളാകുമായിരുന്നു. രാജൻ്റെ ശബ്ദത്തിന് ഖനം വെച്ചു. ആര് പറഞ്ഞു ഞാൻ വലിയ ആളായിട്ടില്ലെന്ന്? നിന്നെ കാണുന്നതുവരെ ഞാൻ എല്ലാ പുരുഷന്മാരെ പോലെയും സ്വാർത്ഥിയായിരുന്നു. എന്നിലുള്ള ഒരു ബിന്ദുവിനെ ആധാരമാക്കി സ്വയം വലം വയ്ക്കുന്ന ഒറ്റപ്പെട്ട ഒരു ഗോളമായിരുന്നു. രാജൻ തുടർന്നു.
നിന്നെ കണ്ടതിൽ പിന്നെ എല്ലാം നിനക്ക് വേണ്ടിയാണ് ചെയ്തത്. പഠിച്ചതും അധ്വാനിച്ചതും വസ്ത്രം ധരിച്ചതും നിനക്ക് വേണ്ടിയായിരുന്നു. താടി പഠിച്ചതുപോലും നിനക്കായിട്ടായിരുന്നു. മേരിക്ക് ഭാരം വർദ്ധിച്ചു. വിഷയം മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു, വൈവയിലല്ലേ രാജൻ തോറ്റത്? അതെ. പക കാരണം രാജനോട് ഡിഫിക്കൽട്ടായി ചോദിച്ചു കാണും. ചിരിച്ചുകൊണ്ട് രാജൻ പറഞ്ഞു, സബ്ജക്റ്റ് ഒന്നും ചോദിച്ചില്ലെന്നതാണ് രസം. ചോദിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. മേരി കൗതുകത്തോടെ കാത്തിരുന്നു. മുറിയിൽ പ്രൊഫസറും എക്സ്റ്റേണൽ എക്സാമിനറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെന്നിരുന്ന ഉടനെ സ്ട്രെയിറ്റായി ഒരു ചോദ്യം. എപ്പോഴും നേഴ്സിൻ്റെ കണ്ണിൽ നോക്കിയിരിക്കുന്ന ഒരുത്തന് രോഗിയുടെ കണ്ണിലെ രോഗം മനസ്സിലാകുമോ? ഞാൻ അത്രയും വേഗത്തിൽ ഒരു ഉത്തരവും കൊടുത്തു. ഇല്ല. എന്നിട്ട് മേരി തിരക്കി. എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. മേരി സ്തംഭിച്ചിരുന്നു പോയി. യാത്ര സാധനങ്ങളെല്ലാം കെട്ടിവെച്ച് മേരി ഗേറ്റിൽ കാത്തിരുന്നു. എടി, ഞാനും സ്റ്റേഷൻ വരെ വരാം, കൂട്ടുകാരി ത്രേസ്യാമ്മ പറഞ്ഞു. വേണ്ട, ചേച്ചിക്ക് ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി വരുമ്പോഴേക്ക് രാത്രി ഒരുപാട് വൈകും. നാളെ ചേച്ചിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുമല്ലേ? ശരി, നിന്റെ ഇഷ്ടം പോലെ. അപ്പോഴേക്ക് രാജൻ ടാക്സിയുമായി ഗേറ്റിൽ വന്നു നിന്നു. ടാക്സിയിൽ കയറ്റാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ട് രാജൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയധികം സാധനങ്ങളോ? എന്താ, വണ്ടിയിൽ കയറ്റില്ലേ? അതല്ല, 1.5 മാസത്തേക്കുള്ള പോക്കിനാണോ ഇതെല്ലാം കെട്ടിവലിക്കുന്നത്? ഡ്രൈവർ തിരക്ക് കൂട്ടിയപ്പോൾ അവർ സാധനങ്ങളെല്ലാം ധൃതിയിൽ കയറ്റി വെച്ചു. കാർ ഓടി തുടങ്ങിയപ്പോൾ എന്തോ പിടികിട്ടിയ പോലെ രാജൻ ചോദിച്ചു, മടങ്ങി വരാതിരിക്കാനുള്ള വല്ല പരിപാടിയുമാണ് ആയാണോ പോകുന്നത്? ആര് പറഞ്ഞു? ഭാവം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് മേരി ചോദിച്ചു. രാജൻ പറഞ്ഞു, വന്നില്ലെങ്കിൽ എനിക്കും ഗുണമാണ്. ഒരു സുപ്രഭാതത്തിൽ പഠിത്തം നിർത്തി എനിക്കും എങ്ങോട്ടെങ്കിലും പോകാമല്ലോ. ടാക്സി നഗരത്തിലെ വീതിയേറിയ റോഡിൽ അസംഖ്യം വാഹനങ്ങൾക്കിടയിൽ ഒരു ബിന്ദുവായി മാറി. മേരി, ഒരു കാര്യം പറയട്ടെ? രാജൻ അവളുടെ തോളിൽ കൈവച്ചു. നിനക്ക് നാളത്തെ വണ്ടിക്ക് പോകാം. മേരി ഞെട്ടി. ആരെങ്കിലും അറിഞ്ഞാൽ? ആരറിയാൻ? ഈ പട്ടണത്തിൽ നമ്മൾ ഏകരാണ്, അപരിചിതരാണ്. മേരി ചോദിച്ചു. ഒരു പകലും ഒരു രാത്രിയും നമ്മൾ എന്തു ചെയ്യും? ഞാൻ നിന്നെയും നീ എന്നെയും വിഴുങ്ങും. എനിക്ക് പേടിയാവുന്നു. മേരി രാജനോട് ചേർന്നിരുന്നു. ഡ്രൈവർ തലയൊന്ന് ചിരിച്ചു പിടിച്ചു. അപ്പോൾ രാജൻ പറഞ്ഞു, ലുക്ക് സ്ട്രെയിറ്റ്. ഡ്രൈവർ ചെറുതായൊന്ന് ഞെട്ടി. ഹോട്ടലിലെ 3-ാം നിലയിലുള്ള 75-ാം നമ്പർ റൂമിൽ അവർ കൂടുകെട്ടി. അവർ ബാൽക്കണിയിൽ വന്നു നിന്നു. ബാൽക്കണിയുടെ അഴുക്കി പിടിച്ച് മേരി ചുറ്റും നോക്കി. നഗരം കത്തി തിളങ്ങുന്നു. 1000 പരസ്യപ്പലകകൾ ഇരുട്ടിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു. താഴെ ഗർത്തത്തിൽ വാഹനങ്ങളും ജനങ്ങളും ഉറുമ്പിനെ പോലെ അരിച്ചു നീങ്ങുന്നു. രാജൻ സിഗരറ്റ് കത്തിച്ചു. ഒരു കവിൾ പുക മേരിയുടെ സമൃദ്ധിയായി വളർന്നു നിൽക്കുന്ന മുടിയിലേക്ക് ശക്തിയായി ഊതി. മുടിയിൽ നിന്ന് പുക ഉയർത്തെഴുന്നേറ്റ് വന്ന് രാജൻ രസത്തോടെ നോക്കി നിന്നു. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. രാജൻ അനുസരിക്കുമോ? കേൾക്കട്ടെ. അടുത്ത പരീക്ഷ വരെ മറ്റൊന്നും വായിക്കരുത്. സിഗരറ്റ് കുറ്റി നിലത്തിട്ടു ഞെരിച്ചിട്ട് അയാൾ പറഞ്ഞു. പാഠപുസ്തകം വായിച്ച് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇപ്പോഴും ജവഹർലാൽ നെഹ്റു ആണെന്ന് ധരിച്ചു വയ്ക്കാൻ ഞാൻ ഒരുക്കമില്ല. സോമർസെറ്റ് മുഖമെന്നും ആൽബർട്ട് കാമ്യു എന്നും ഉച്ചരിക്കാൻ എന്നെ കൊണ്ടാവില്ല. മേരി തല ഉള്ളിലേക്ക് വലിച്ചു. ഉറങ്ങാനായി അവർ മുറിയിലേക്ക് വന്നു. അടുത്തുള്ള കട്ടിലിൽ തനിക്ക് അഭിമുഖമായിരിക്കുന്ന രാജനോട് മേരി ചോദിച്ചു, ഞാൻ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ രാജൻ എന്തു ചെയ്യും? രാജൻ നിമിഷങ്ങളോളം സിഗരറ്റ് പുക ആവാഹിച്ചു നിർത്തി. പിന്നെ പുറത്തു വിട്ട ശേഷം പറഞ്ഞു, ഞാൻ റബ്ബർ കൊണ്ട് ഉള്ളു പൊള്ളയായ ഒരു പെൺകുട്ടിയെ ഉണ്ടാക്കും. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ. എന്നിട്ട് അതിനെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ അതിനോട് വർത്തമാനം പറയും, അല്ലേ? ഇല്ല, വർത്തമാനം പറയില്ല, നോക്കിയിരിക്കില്ല. രാജൻ തുടർന്നു. അതിൽ ഞാൻ ചൂടുവെള്ളം നിറയ്ക്കും. നിന്റെ ദേഹത്തിൻ്റെ ചൂടിൻ്റെ അത്രയും ചൂടുള്ള വെള്ളം. എന്നിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് പുലരുന്നതുവരെ ഞാൻ ഉറങ്ങും. മേരി ചിരിച്ചു. ലൈറ്റ് അണച്ചു. ഇനി പോയി കിടന്നുറങ്ങിക്കോളൂ. മേരിയുടെ ശബ്ദം. അധിക നേരം ഇരുന്നാൽ പിന്നെ സ്വഭാവം ചീത്തയാവും. രാജൻ്റെ കട്ടിൽ കരഞ്ഞു. മേരിയുടെ ഈണത്തിലുള്ള ശ്വാസോച്ഛ്വാസം ശ്രവിച്ചുകൊണ്ട് രാജൻ കിടന്നു. രാജന് ഉറക്കം വന്നില്ല. പാതിരാവിൽ ഭയചകിതയായ മേരിയുടെ സ്വരം കേട്ടു. രാജാ, അരുത്. ഇന്ന് രാജൻ്റെ വിൽപ്പവറിന് എന്തു പറ്റി? അയ്യോ, എൻ്റെ പൊന്നു രാജാ, എന്നെ നശിപ്പിക്കല്ലേ. നിമിഷങ്ങൾക്കു ശേഷം മേരിയുടെ നീണ്ട നിശ്വാസം. എൻ്റെ രാജാ, കർത്താവേ. പിറ്റേ ദിവസം വണ്ടി നീങ്ങി. രാജൻ്റെ ചലിക്കുന്ന കൈ 100 കൈകൾക്കിടയിൽ ലയിച്ചപ്പോൾ രാജൻ്റെ മുഖം മറ്റു മുഖങ്ങൾ കൊണ്ട് മറഞ്ഞപ്പോൾ മേരി
വണ്ടിക്കുള്ളിലേക്കു നീങ്ങി. ബർത്തിൽ കയറി കിടന്നപ്പോൾ പൊട്ടിക്കരയണമെന്ന് തോന്നി. ഹൃദയം വീർത്തു വീർത്തു വരുന്ന ഒരു ബലൂൺ പോലെ ആയിരിക്കുന്നു. മേരിക്ക് എല്ലാം എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. 6 കൊല്ലക്കാലം കഴിച്ചുകൂട്ടിയ പട്ടണം, കൂട്ടുകാരികൾ, പ്രിയപ്പെട്ട രാജൻ, അതിനേക്കാളെല്ലാം വിലപ്പെട്ട കൊല്ലങ്ങളോളം കാത്തു സൂക്ഷിച്ച മാണിക്യക്കല്ലും നഷ്ടപ്പെട്ടില്ലേ? അതോർത്തപ്പോൾ നെഞ്ചിൽ കോൺക്രീറ്റ് ഇട്ട പോലെ തോന്നി. സാരമില്ല, രാജനല്ലേ, അവൾ സമാധാനിച്ചു. മയങ്ങിക്കിടക്കുമ്പോൾ വണ്ടിച്ചക്രങ്ങൾ അത് ഏറ്റുപാടി. സാരമില്ല, രാജനല്ലേ, സാരമില്ല, രാജനല്ലേ. ഇരഴി തോർത്തുകൊണ്ട് വെളിച്ചെണ്ണ തേച്ച് കുളത്തിൽ മുങ്ങിക്കുളിച്ചു. പപ്പടവും കടുമാങ്ങയും കൂട്ടി ചോറുണ്ടു. ചേനയും പപ്പായയും നുറുക്കി അച്ചാറുണ്ടാക്കി. ചട്ടയും മുണ്ടും ഉടുത്തു പള്ളിയിൽ പെരുന്നാൾ കാണാൻ പോയി. മുടി കറുത്തു, തൊലി മിനുങ്ങി. ആശുപത്രിയും പരിസരവും പണ്ടെങ്ങോ കണ്ട ഒരു സ്വപ്നം പോലെയായി. എന്നാൽ രാജനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം ചിരട്ടക്കനൽ പോലെ എരിഞ്ഞു, അർബുദം പോലെ വളർന്നു. എന്നിട്ടും മേരി പറഞ്ഞു, ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യാം. കടലിൻ്റെ ഇരുമ്പം കേട്ട്, ഓലയുടെ മർമ്മരം കേട്ട്, കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ട്, കൈതപ്പൂവിൻ്റെ ഗന്ധം ശ്വസിച്ച് പാരിജാതം പൂത്തുകിടന്ന രാത്രികളിൽ മേരി ഉറങ്ങുമ്പോൾ കാലവർഷക്കാറ്റിലൂടെ ഒഴുകി 1000 നാഴികകൾ താണ്ടി ഒരു ശബ്ദം അവളുടെ കാതിൽ വന്നു കയറി. പാതിരാവിൽ ശബ്ദം കേട്ടവൾ ഉണർന്നു. ആ ശബ്ദം അവളുടെ രാജൻ്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദം എൻ്റെ മേരി എന്ന ശബ്ദമായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ വരില്ല, എന്നെ മറന്നേക്കൂ. അവൾ രാജന് കത്തെഴുതി. രാജാ, ഞാൻ വരില്ല. എനിക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എഴുതാനും പറയാനും പറ്റാത്ത പ്രശ്നങ്ങൾ. പക്ഷേ അവൾക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവൾ വിധിയുടെ തേരിൽ കയറി കഴിഞ്ഞിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് എല്ലാ മാസങ്ങളിലും അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പ്രത്യേക ദിവസം ഇത്തവണ അവളെ കാത്തു നിൽക്കാതെ ഓടിപ്പോയി. ഇന്ന് വരും, നാളെ വരും. എന്നാൽ അതൊരിക്കലും വന്നില്ല. മേരി ഭക്ഷണം കഴിച്ചില്ല. അവൾ കൂട്ടുകൂടിയില്ല. ദുരന്ത രഹസ്യത്തിൻ്റെ കഥ ആരോട് പറയാനാണ്? ആരറിയാനാണ്? കർമ്മഫലത്തിൻ്റെ കഥ അവൾ ഒരു പശുവിനെ പോലെ തീട്ടിയരച്ചു. മോളെ, നിനക്കെന്താണ് ഈയിടെയായ ഒരു ദുഃഖം? നിന്റെ വിഷമങ്ങൾ എന്നോട് പറയൂ. മേരി പറഞ്ഞു, എനിക്ക് മടങ്ങിപ്പോകണം. പൊയ്ക്കോളൂ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പൊയ്ക്കോളൂ. കണ്ണതാത്ത നാട്ടിൽ നിന്നെ നിർത്തി നിന്നെ ഓർത്ത് കരയാനായിരിക്കും എൻ്റെ വിധി. തളർവാദം പിടിപെട്ടു കട്ടിലിൽ കിടക്കുന്ന അച്ഛനെ, സ്കൂളിൽ പഠിക്കുന്നവരും പഠിച്ചു കഴിഞ്ഞവരുമായ അനിയത്തിമാരെ, കണ്ണിൽ വെള്ളം നിറച്ച അമ്മയെ, മഴ വീണു നനഞ്ഞ മണ്ണിനെ വിട്ടുപിരിഞ്ഞ് മേരി വീണ്ടും വടക്കോട്ട് വണ്ടി കയറി. ഹോസ്റ്റലിലെത്തിയപ്പോൾ കൂട്ടുകാരികൾ ചുറ്റും കൂടി. നാട്ടിൽ പോയ ആൾ തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ ബഹളമായി. പെട്ടി തുറന്ന് വറുത്തുപേരിയും ആവിലും വീതം വെച്ചു. തേങ്ങ പൊട്ടിച്ചു. നാവിൽ നെല്ലിക്കച്ചാറിൻ്റെ എരിവ് പിടിപ്പിച്ചു. നീ തീരെ നന്നായില്ലല്ലോടി. അവൾ പോയതിലും ക്ഷീണിച്ചിരിക്കുന്നു. എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? രാജനല്ലേ ഉള്ളിൽ കിടന്ന് പടയ്ക്കുന്നത്. മേരി ഞെട്ടിപ്പോയി. ഹീറ്ററിൽ നിന്ന് കറണ്ട് അടിച്ച പോലെ. ചെന്ന് കാണുമോളവനെ, നീ പോയത് മുതൽ ഒരു ഭ്രാന്തനെ പോലെ നടക്കുകയാ. വൈകുന്നേരം രാജൻ വന്നു. നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. കൃതാവ് ഒരു ചാട്ടുളി പോലെ നീട്ടിവെച്ചിട്ടുണ്ട്. കണ്ണുകളിലെ തിളക്കം മാത്രം പഴയതുപോലെ. നീ എന്തിനാണ് തിരിച്ചു വന്നത്? എനിക്കറിയാം നീ മടങ്ങി വരുമെന്ന്. കവടി നിർത്തിയിരുന്നോ? അതെ, കവടി നിർത്തുകയല്ല, ഞാൻ തിരിച്ചു വരേണ്ട പാകത്തിൽ കവടി ചലിപ്പിക്കുകയാണ് ചെയ്തത്. റെസ്റ്റോറൻറ്റിലെ ക്യാബിനിൽ രാജനോട് ഉരുമിയിരുന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. അവൾ രാജൻ്റെ കവിളിലൂടെ വിരലുകൾ ചലിപ്പിച്ചു. എവിടെ നിന്നോ സംഭരിച്ച ധൈര്യത്തോടെ, അധികാരത്തോടെ മേരി ആവശ്യപ്പെട്ടു, രാജാ, എന്നെ ഒന്ന് ചുംബിക്കൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു, ഇന്ന് ഷേവ് ചെയ്തില്ലേ? ചെയ്തു, കാലത്ത് 7 മണിക്ക്. എന്നിട്ടാണോ ഈ രോമം? ഇത്രയും കാലം കൊണ്ട് വളർന്നതാണ്. അങ്ങനെയാണെങ്കിൽ 2 നേരം ഷേവ് ചെയ്യണം, കാലത്തും വൈകിട്ടും, മരുന്ന് കുറിക്കും പോലെ. പൊടുന്നനെ രാജൻ പറഞ്ഞു. ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്തുപറ്റി? അന്ന് കാണിച്ച അവിവേകം കാരണം വല്ല അപകടവും പറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയായിരുന്നു. മേരിയുടെ ദേഹം ആസകലം ചൂടുപിടിച്ചു. സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, അഥവാ പറ്റിയിട്ടുണ്ടെങ്കിലോ? കളിയാക്കാതെ. കളിയല്ല, കാര്യമാണ്. കാര്യമാണെങ്കിൽ നീ അമ്മയാകും, ഞാൻ അച്ഛനുമാകും. പിന്നെ 2 ദിവസം മുമ്പ് എൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. എന്നെ ഒരുപാട് ഉപദേശിച്ചു. ഉപദേശിച്ചത് നന്നായി. ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടാണല്ലോ രാജൻ പഠിക്കാത്തത്.
പിന്നെ അച്ഛൻ പ്രൊഫസറെ കണ്ടു. എനിക്കൊരു നേഴ്സുമായി ചീത്ത കൂട്ടുകെട്ടുണ്ടെന്നും അതിൽ നിന്നും എന്നെ വിമുക്തനാക്കിയാലേ ഞാൻ പാസ്സാകൂ എന്നും പ്രൊഫസർ പറഞ്ഞത്രേ. എന്നിട്ട് അച്ഛൻ ചീത്ത പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അച്ഛൻ വല്ലാതെ ദുഃഖിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. മേരി വിങ്ങു പൊട്ടുകയായിരുന്നു. കുടൽമാലയിൽ അകപ്പെട്ടുപോയ സൂചി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന സർജനെ പോലെയായിരുന്നു മേരി. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം? രാജന്റെ അടുത്ത പരീക്ഷയ്ക്ക് ഇനി 5 മാസമേ ഉള്ളൂ. ഇത്തവണ രാജൻ പാസ്സാകണം. രാജനിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിൽക്കണം. തൻ്റെ ജീവനേക്കാൾ, തൻ്റെ അപകീർത്തിയേക്കാൾ വലുതാണ് രാജന്റെ ഭാവി. ഇപ്പോൾ സംഭവം രാജനെ അറിയിക്കരുത്. രാജൻ അറിഞ്ഞാൽ രാജന്റെ മനസ്സ് കലങ്ങി മറിയും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ആദിയാവും, പോംവഴി കണ്ടുപിടിക്കലാവും. എന്തെങ്കിലും മരുന്ന് കഴിച്ച് നശിപ്പിക്കാൻ മേരി ഒരിക്കൽ ആലോചിച്ചു. അതിലും ഭേദം ആത്മഹത്യയാണെന്ന് അവൾക്കുടനെ തോന്നി. രാജനുമായുള്ള ബന്ധത്തിൻ്റെ ശക്തി ഓർത്തപ്പോൾ ഇങ്ങനെ നീചമായി ചിന്തിച്ചതിൽ അവൾ പരിതപിച്ചു. ഈ വിവരം അറിയുമ്പോൾ രാജനിൽ ഉണ്ടാകുന്ന പ്രതികരണത്തെക്കുറിച്ച് മേരി ഒരിക്കലും ചിന്തിച്ചില്ല. ഒരു കാര്യത്തിൽ മാത്രം അവൾക്ക് ഉറച്ച വിശ്വാസമാണ്: രാജൻ തന്നെ ഉപേക്ഷിക്കില്ല. ദിവസങ്ങൾക്ക് ഭാരം വർദ്ധിച്ചു. മേരിക്ക് അസ്വസ്ഥത കൂടിക്കൂടി വന്നു. വിശപ്പ് അവളെ വിട്ടുപിരിഞ്ഞു. ക്ഷീണം അവളെ എപ്പോഴും ഭരിച്ചു. സദാസമയം വിശ്രമിക്കാൻ അവൾ ശ്രമിച്ചു. അവളുടെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവൾ ശ്രദ്ധിച്ചു. കണ്ണിനു ചുറ്റും കറുപ്പ് കൂടി, മാറിടം കനത്തു, മുലക്കണ്ണു കറുത്തു. തന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർ കാണരുതേ എന്ന് അവൾ സദാ പ്രാർത്ഥിച്ചു. ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. രാജനെ വല്ലപ്പോഴും മാത്രം കാണുക പതിവായി. മുറിയിൽ അടച്ചിരുന്ന് രാജനും പ്രൊഫസറും തൻ്റെ രഹസ്യവും മാത്രമുള്ള ലോകത്തിൽ അവൾ ചുറ്റിത്തിരിഞ്ഞു. ഷോപ്പിംഗ് നടത്താറില്ല, പുറത്തിറങ്ങി നടക്കാറില്ല, സിനിമയ്ക്ക് പോകാറില്ല, ഡ്യൂട്ടിക്ക് മാത്രം പോകും. ഒരു ദിവസം റൗണ്ടിന് വന്ന ഡോക്ടർ ചോദിച്ചു, മേരിക്ക് എന്തു പറ്റി? പണ്ടത്തെ ചുറുചുറുക്കും പ്രസരിപ്പും എവിടെ? ഒരു ദിവസം ഡ്യൂട്ടി റൂമിൽ നിന്നും സ്റ്റെറിലൈസ് ചെയ്ത ഉപകരണങ്ങളുമായി കടന്നു വരുമ്പോൾ തല ചുറ്റി വീണു. എല്ലാവരും പിടിച്ചു ഡ്യൂട്ടി റൂമിലെ കട്ടിലിൽ കിടത്തി. സിസ്റ്റർ പറഞ്ഞു, മേരി, നിനക്ക് കാര്യമായ എന്തോ രോഗമുണ്ട്. എന്താണ് നീ ആരെയും കാണിക്കാത്തത്? അയ്യോ, എനിക്കൊന്നുമില്ല. ഗർഭിണികൾ ഔട്ട്ഡോറിൽ കാത്തിരിക്കുന്ന കാഴ്ച മേരി എന്നും കണ്ടു. ആ കാഴ്ച അവളെ കൂടുതൽ ദുഃഖിതയാക്കി. എൻ്റെ വയറ്റിൽ കുഞ്ഞെങ്ങനെയാണ് കിടക്കുന്നത്? തലകീഴായിട്ടാണോ അതോ മീതെയായിട്ടാണോ? മേരിയുടെ മുഖം തുടുത്തു. കാലിൽ നീര് വന്നു തുടങ്ങി. അടിവയറിന് കനം തോന്നി തുടങ്ങി. അവൾ സാരി കയറ്റി മുറുക്കി ഉടുത്തു. ഇല്ല, ഇവന് ശ്വാസം മുട്ടുകയില്ല. ആളുകളെ കണ്ടുമുട്ടാതിരിക്കാൻ അവൾ കഴിയുന്നതും ശ്രമിച്ചു. ഹോസ്റ്റലിൽ അവൾ തികച്ചും ഏകാകിനിയായി. ആരെയെങ്കിലും അവിചാരിതമായി കണ്ടുമുട്ടുമ്പോൾ, ദൈവമേ, എൻ്റെ അടിവയറ് നോക്കല്ലേ എന്നു മേരി പ്രാർത്ഥിച്ചു. ഡ്യൂട്ടിക്ക് പോകാനായി പുറപ്പെട്ടപ്പോൾ വയറിന് വേദന അനുഭവപ്പെട്ടു. വാർഡിൽ വന്ന് വയറുവേദനയുള്ള രോഗികൾക്ക് ഗുളികകൾ കൊടുക്കുമ്പോൾ അവളുടെ അടിവയറ്റിലെ വേദന കടിച്ചമർത്തി. ഉച്ചയായപ്പോഴേക്കും സഹിക്കവയ്യാതായി. അവൾ ലീവ് ചോദിച്ച് മുറിയിലേക്കു നടന്നു. പിൻഭാഗത്ത് നിന്ന് വേദന തുടങ്ങി. അടിവയറ്റിലേക്ക് ഇഴഞ്ഞു വന്ന് കീഴോട്ട് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. വസ്ത്രം മാറുമ്പോൾ അവൾ ഞെട്ടിപ്പോയി. ചോര! ദൈവമേ, രക്ഷിക്കൂ! അവൾ മനം നൊന്തു പ്രാർത്ഥിച്ചു. അവൾ മുറി കൂട്ടി കട്ടിലിൽ കയറി കിടന്നു. വേദന കൊണ്ട് അവൾ പുളഞ്ഞു. അവൾ ഉടുത്ത വസ്ത്രങ്ങളും കിടക്കവിരിയും ചോര കൊണ്ട് നനഞ്ഞു. ചോര കണ്ട് അവളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു. തല കറങ്ങി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവൾ അറിയാതെ നിലവിളിച്ചു. ദുരന്തത്തിൻ്റെ അണ പൊട്ടി. 7 മാസം പ്രായമായ ചോര കുഞ്ഞ് രക്തകളത്തിൽ കട്ടിലിൽ വീണു. അവൾക്ക് ബോധം നശിച്ചു. ബോധം വന്നപ്പോൾ പരിസരത്തെക്കുറിച്ച് അവൾ ഓർത്തു. ഉള്ള ജീവൻ ഉപയോഗിച്ച് അവൾ എഴുന്നേറ്റു. ചോരക്കട്ടയെ ഒരു തുണിയിൽ പൊതിഞ്ഞ അലമാരയിൽ വെച്ചു. വൈകുന്നേരമാകുമ്പോൾ നദിക്കരയിൽ പോകണം. തുണിയിൽ പൊതിഞ്ഞ ചോരക്കട്ടയെ ആരും കാണാതെ നദിയിലേക്ക് എറിയണം. തുണിയിൽ പൊതിഞ്ഞ ഭ്രൂണത്തിന് ചുറ്റും മത്സ്യങ്ങൾ കൂടും. തുണിയിൽ കൊത്തും. തുണി കീറി ഭ്രൂണം പുറത്താക്കും. മത്സ്യങ്ങൾ ചുറ്റും നിന്ന് ആവേശത്തോടെ കൊത്തും. അയ്യോ! വസ്ത്രം മാറ്റി, കിടക്കവിരി മാറ്റി, നിലത്തു വെള്ളം ഒഴിച്ചു. അവൾ കുളിമുറിയിലേക്ക് നടന്നു. കുളിമുറിയിൽ എത്തിയത് മാത്രം ഓർമ്മയുണ്ട്. അവൾ ബോധമില്ലാതെ വീണ്ടും നിലം പതിച്ചു. ബോധരഹിതയായ മേരിയെ ആരെല്ലാം താങ്ങിപ്പിടിച്ചു മുറിയിൽ കൊണ്ടുവന്നു കിടത്തി. മേരിക്ക് എന്തോ അസുഖമാണെന്ന വിവരം മേട്ടറിന് അറിഞ്ഞു. അവർ മേരിയുടെ മുറിയിൽ വന്നു. എന്താണിത്? എന്താണ് ഈ മണം? ഒരു പോലീസ് നായയെ പോലെ അവർ മണം പിടിച്ചെടുത്തു. നിലത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു, ഈ രക്തം എവിടെ നിന്ന് വന്നു? പിന്നെ പരിശോധനയായി. മേരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർഡിലെ 13-ാം നമ്പർ കട്ടിലിൽ അവൾ ബോധരഹിതയായി കിടന്നു. കട്ടിലിനരികെ നിർത്തിയ ഇരുമ്പ് സ്റ്റാൻഡിൽ തൂക്കിയ കുപ്പിയിൽ
നിന്ന് രക്തം കുഴൽ വഴി അവളുടെ ദേഹത്തിലേക്ക് പ്രവേശിച്ചു. ഡോക്ടർമാരും നഴ്സുമാരും അവജ്ഞയോടെ അവളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. മേരി കണ്ണു തുറന്നപ്പോൾ കണ്ടത് കട്ടിലിനരികിൽ നിൽക്കുന്ന പോലീസുകാരെയായിരുന്നു. മേട്രനും സൂപ്രണ്ടും ദൂരെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ അവരുമായി എന്തോ പറയുകയാണ്. അപ്പോഴാണ് രാജൻ കടന്നു വന്നത്. രാജനെ കണ്ടപ്പോൾ അവൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞിട്ടെന്താണ് കാര്യം? രാജൻ്റെ ശബ്ദം അവൾ കേട്ടു. അവളുടെ ബലഹീനമായ ശബ്ദം പുറത്തു വന്നു. ഞാൻ തെറ്റു ചെയ്തു. രാജനോട് നേരത്തെ പറയേണ്ടതായിരുന്നു. രാജൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അത്രയും ഗൗരവമേറി ഒരിക്കലും രാജനെ അവൾ കണ്ടിട്ടില്ല. രാജൻ്റെ കണ്ണുകൾ കത്തിച്ചൊലിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ സ്നേഹത്തിനു മുമ്പിൽ അപരൻ്റെ കുട്ടി എന്നെ അച്ഛാ എന്ന് വിളിക്കുന്നത് കൂടി ഞാൻ സഹിക്കുമായിരുന്നു. അല്പം നിർത്തിക്കൊണ്ട് തുടർന്നു. ഇനിയും ഭയപ്പെടേണ്ട. ഈ പാപത്തിൻ്റെ മഞ്ചൽ എൻ്റെ ചുമലിലുണ്ട്. 1972 പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതിയ ഒരു കഥയാണിത്. അപ്പോൾ ഒരു ആശുപത്രിയുടെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ കഥയായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ ബലി കൊടുക്കപ്പെടുന്ന നഴ്സുമാരുടെ ജീവിതവും നമുക്കിതിൽ കാണാം.